ഹായ്, ദിസ് ഇസ് നിഷാന ഫ്രം ഡോപ്പ. അപ്പം ഞാൻ എന്നുള്ളത് പൂവാട്ടുപറമ്പ് നമ്മുടെ റെസിഡൻഷ്യൽ റിപ്പീറ്റേഴ്സ് ബാച്ചിൻ്റെ കൂടെയാണ്. 2 പേര് എൻ്റെ കൂടെ ഉണ്ട് ഇവിടെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന. ദിസ് ഇസ് അഫ്രീൻ. എവിടെ നിന്ന് വരുന്നത്? ഓക്കെ. മലപ്പുറത്ത്. അപ്പോൾ നമുക്ക് അവരുടെ 1 month എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചറിയാം. ഡോപ്പയിൽ വന്നിട്ട് എങ്ങനെയുണ്ട് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ? ക്ലാസ്സൊക്കെ അടിപൊളിയാണ്. ഷെഡ്യൂൾ ഫസ്റ്റ് അതുപോലെ അനുസരിച്ച് പോകാൻ കുറച്ച് ടഫായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, യൂസ്ഡ് ആയി. എനിക്കതുപോലെ തന്നെ ആദ്യം വന്നപ്പോൾ അഡ്ജസ്റ്റ് ആകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന ഇതൊന്നുമല്ല. ഇവിടെ രാവിലെ 6:30 സ്റ്റാർട്ട് ചെയ്താൽ രാത്രി 11 വരെ നമ്മൾ സ്റ്റഡി ഹാളിൽ തന്നെ ആയിരിക്കും. അപ്പം അങ്ങനെ ഇരുന്ന് ശീലമില്ലാത്തതുകൊണ്ട് അത് ആദ്യം നല്ല പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഒരു സാറുമാരൊക്കെ പറയുന്ന പോലെ ഒരു 21 days ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് അത് ഓക്കെ ആയി. അപ്പം നമ്മുടെ ഡോക്ടറുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ മെന്റേഴ്സ് ആണ്. നിങ്ങളുടെ മെന്റേഴ്സിനെ പറ്റി എന്താ അഭിപ്രായം? ഞങ്ങൾ തന്നെ സ്റ്റുഡൻസ് തന്നെ പറയും, നമുക്ക് നമ്മുടെ ആരോ വരുന്ന പോലൊരു ഫീൽ ഉണ്ട്. കാരണം നമുക്ക് എന്തുണ്ടെങ്കിലും പറയാം, ഷെയർ ചെയ്യാം. അപ്പോൾ ക്ലോസ് ആയിട്ടുള്ള ലൈറ്റൊക്കെ വരുന്ന പോലെ അങ്ങനെ ഫീൽ. ഞങ്ങൾ എന്നിട്ട് ഓപ്പൺ ആയിട്ട് തന്നെ സംസാരിക്കും, എല്ലാം പറയും. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിലും ക്ലാസ്സിൻ്റെ പ്രശ്നമാണെങ്കിലും അതൊക്കെ മെൻറ്റേഴ്സിനോട് തന്നെ നമ്മൾ പറയും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പറഞ്ഞതിനൊക്കെ ഞങ്ങൾക്ക് അവർ സൊല്യൂഷനും ഉണ്ടാക്കി തരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് നല്ലൊരു ഇയാളുടെ മെന്റർ ആരാ? അത് ഇതേപോലെ തന്നെ ഒരു ഇവിടെ നമുക്കങ്ങനെ ഓപ്പണായി സംസാരിക്കാൻ അങ്ങനെ അറിയില്ല. അപ്പോൾ ആയിട്ട് വരുമ്പോൾ ഭയങ്കര റിലീഫാണ്. പിന്നെ ആൾക്ക് നമ്മളെല്ലാം അറിയണമെന്ന് പിന്നെ എല്ലാ സൊല്യൂഷനും പറഞ്ഞു. പഠിത്തമൊക്കെ ടെസ്റ്റും എക്സാം സീരീസ് ഒക്കെ കവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? 1 മാസമായിട്ടേ ഉള്ളൂ. ഈ സമയം എടുക്കും. എങ്ങനെയാണ്? ഇതുവരെയുള്ള വലിയ കുഴപ്പമില്ല. കുഞ്ഞു നല്ല കുഴപ്പമില്ലാതെ ഓവറോൾ നമ്മളെ ഈ റെസിഡൻസും നിങ്ങളുടെ ക്ലാസ്സും ഫെസിലിറ്റീസിനൊക്കെ പറ്റി എന്താണ് അഭിപ്രായം? നല്ല ഇതുപോലെ വേറെ അവിടെ ഇല്ല. കംഫർട്ടാണ്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് യൂസ്ഡായി കംഫർട്ടബിൾ ആയി. ഫസ്റ്റ് വന്ന സമയത്ത് നമ്മൾ പേടിച്ചിരുന്നു. കാരണം റിപ്പീറ്റിംഗ് ഇതാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ റൂമിലൊക്കെ ഫ്രണ്ട്സൊക്കെ എങ്ങനെയായിരിക്കും, എല്ലാവർക്കും ഭയങ്കര സ്ട്രെസ് ഉള്ളതല്ലേ. അപ്പോൾ എല്ലാവരും ഭയങ്കര ഇതാകും. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ വന്ന് തന്നെ ഫസ്റ്റ് വന്നപ്പോൾ നല്ലോണം പേടിച്ചിരുന്നു, ഹോം സിക്നെസ് വരുമോ, അങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനെ മാറി നിൽക്കുന്ന ഒരാളൊന്നായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇപ്പം ഞങ്ങൾ തന്നെ പറയും, നമ്മുടെ റൂമിൽ ഒരു വീടിൻ്റെ ഒരു വൈബായിരുന്നു. എന്നാൽ മറ്റു റൂമിലൊന്നും പോയി കഴിഞ്ഞാൽ ഇവിടേക്ക് നെഗറ്റീവ് എനർജി, നമ്മുടെ റൂമിൽ മാത്രം പോസിറ്റീവ്, അങ്ങനത്തെ ഒരു രീതിയിലെത്തിപ്പോൾ. ഫ്രണ്ട്സ് ആയാലും പഠിക്കുമ്പോഴും ഞങ്ങൾ റൂമിൽ ഇരുന്നിട്ടും നോക്കും. പിന്നെ അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു മെൻറ്റേഴ്സ്, നമ്മൾ റൂമിൽ ഇരിക്കുമ്പോഴും ഇങ്ങനെ സബ്ജക്റ്റിൻ്റെ സംഭവങ്ങൾ സംസാരിക്കാം. അപ്പം ഞങ്ങളതൊരു തമാശയെ കണ്ട് റൂമിലിരിക്കുന്ന സമയത്ത് നമ്മൾ ഫിസിക്സത്തെ വല്ല ഇക്വേഷൻസോ അല്ലെങ്കിൽ വല്ല ബയോളജിത്തെ മറ്റ് നെയിംസൊക്കെ ആയിരിക്കും പരസ്പരം വിളിക്കുക. ഇങ്ങനെ സൊളാനം ട്യൂബറോസം അങ്ങനത്തതൊക്കെ വെറുതെ വിളിച്ച് അതിവിടുന്ന് പറഞ്ഞപ്പോൾ നമുക്കതൊരു കളിയായി എന്നുള്ള ഇതിൽ അങ്ങനത്തെ ഇതിൽ എല്ലാവരും ഒരു ഇതിലും പിന്നെ എല്ലാവരും ഫസ്റ്റ് ടൈം റിപ്പീറ്റേഴ്സാണ്. അപ്പം അങ്ങനെ ആർക്കും അധികം ഒരു ഇതൊന്നുമില്ല. ഹോസ്റ്റലായിട്ട് ഡൈജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതില്ല, സ്ട്രെസ് ഫ്രീ ആണ്. അപ്പം നമുക്കിവിടെ ഒരു ഹൈബ്രിഡ് ക്ലാസ്സും സിസ്റ്റം ആണുള്ളത്. അതായത് ഓൺലൈൻ കം ഓഫ്ലൈൻ. നമ്മൾ ആദ്യം ക്ലാസ് ചെയ്യുമ്പോൾ ഫാക്കൽറ്റി ആയിരുന്നു. ഈ ഒരു സിസ്റ്റത്തിന് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? കാരണം ആദ്യം നിങ്ങളായിട്ടൊന്ന് ട്രൈ ചെയ്യുന്നു, പിന്നെ ഫാക്കൽറ്റി ഒന്ന് പറഞ്ഞു തരുന്നു, പിന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെതായ അഡ്വാൻറ്റേജ് എന്തെങ്കിലും ഉണ്ടോ പഠിക്കുമ്പോൾ? അത് ഭയങ്കര യൂസ്ഫുൾ. കാരണം നമ്മൾ വീഡിയോ കാണുമ്പോൾ നമുക്ക് കുഞ്ഞു ഡൗട്ട്സ് ഉണ്ടാകുമ്പോൾ അത് പിന്നെ ഫാക്കൽറ്റി വന്നാൽ ക്ലിയർ ചെയ്യാനും. ഇത് ഫസ്റ്റ് ടൈം തന്നെ ഫാക്കൽറ്റി വന്ന് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവാതെ ഇപ്പോൾ ലൈവ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഫാക്കൽറ്റി വരുമ്പോൾ ഭയങ്കര യൂസ്ഫുള്ളാണ്. അതിനുള്ള ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമ്പിൾ കാണും. ശരിക്കും അതുപോലെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് വീഡിയോസ് കവർ ചെയ്യാനും ഒരു സംഭവം മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ അത് വേണ്ടിയിട്ട് ഒന്നുകൂടെ ശരിക്കും ക്ലിയർ ചെയ്തിട്ട് പോകാൻ പറ്റുന്നുണ്ട് കൺസെപ്റ്റൊക്കെ. കുഴപ്പമില്ലായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഭയങ്കര കംഫർട്ടബിൾ ആണ്, ഇവിടെ പഠിക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ വിചാരിക്കുന്നു. ആൻഡ് ഓൾസോ നിങ്ങൾ ഡീൽ ചെയ്യുന്ന മെഡിക്കൽ കോളേജിൽ തന്നെ നിങ്ങൾക്ക് BBS പഠിച്ചിറങ്ങാൻ പറ്റുന്നത്. ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായി പ്രിപ്പയർ ചെയ്യാം.